ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചായിരുന്നു. അത് ഏകദേശം 33 മിനിറ്റ് ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്ത കാരണം അത് താനേ നിന്നിട്ട് അത് എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാണാനില്ല. അങ്ങനെ ഞാൻ ഇത് രണ്ടാമത് റെക്കോർഡ് ചെയ്യണതാണ്. അപ്പം അതിലെനിക്ക് പറഞ്ഞിട്ട് തീരണില്ല കാര്യങ്ങൾ. അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങളെ നിങ്ങളല്ലല്ലോ, നിങ്ങളെ ടൈമിനെ ഞാൻ വാല്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ടൈമിനെയും നിങ്ങളുടെ ഫീഡ്ബാക്കിനെയും നിങ്ങളുടെ കമൻറ്റിനെയും എല്ലാം ഞാൻ വാല്യൂ ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്ര കുറച്ച് നേരം ഇരുന്നിട്ടല്ലേ ഇത് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇട്ടവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും അവരെക്കുറിച്ചൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് ലെങ്തി ആയിപ്പോയി. ഞാൻ ഓരോരുത്തരെ കുറിച്ചും സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ലെങ്തി ആയിപ്പോയി. പക്ഷെ ഞാൻ ഇനി വേറെ വീഡിയോയിൽ ഞാൻ അവരെക്കുറിച്ചൊക്കെ ഞാൻ പറയും കേട്ടോ. അതുകൊണ്ട് അവരാരും വിഷമിക്കണ്ട. ഇത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോയില്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് മാത്രം ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം, ഇതിപ്പം ഞാൻ എടുക്കുന്ന ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ലൈഫ് ആൻഡ് ഹ്യൂമൻ എന്നുള്ള ഒരു ടോപ്പിക്കായിരിക്കും. അപ്പം ഞാൻ 2 ദിവസം മുന്നേ ഈ ഒരു ടോപ്പിക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ നോക്കി. അപ്പോൾ അതിൽ ഒരു കാര്യത്തിൽ, ഒരു സെൻറ്റൻസിൽ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് പോലെ അത് പറഞ്ഞിട്ട് തന്നെ 10 മിനിറ്റ് ആയിട്ടും തീരണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് ഒരുപാട് പേര് എനിക്ക് ഫീഡ്ബാക്ക് ഇട്ടത് വിഷയത്തിൽ നിന്ന് ഡൈവേർട്ടായി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്കും തോന്നിയതാണ്. പക്ഷെ ഞാൻ വിചാരിച്ച എൻ്റെ തോന്നലായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, മറ്റുള്ളവർക്ക് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നത് പോലെ തോന്നിയത് കൊണ്ട് അപ്പം ഞാൻ വിചാരിച്ച് എഴുതി വെച്ചിട്ടൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചു, ഓരോ പോയിൻ്റായിട്ടൊക്കെ വെച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചതാകുമ്പം എനിക്കും കുറച്ചും കൂടെ എളുപ്പമാണ്, കേൾക്കുന്ന നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആദ്യം അപ്പം ലൈഫ് ആൻഡ് ഹ്യൂമൻ ആണ് ഞാൻ ടോപ്പിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓരോ ടോപ്പിക്ക് സെപ്പറേറ്റ് ഒരുപാട് ടോപ്പിക്കുണ്ട്. കാര്യം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കും ആ ഒരു സംഭവത്തിൽ തന്നെ കവർ ആവണമുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് എന്നതിലല്ല കാര്യം. നിങ്ങൾ ഏത് മതത്തിൽ എത്രമാത്രം ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിലാണ് കാര്യം. നിങ്ങളിപ്പം ഹിന്ദു ആയിക്കൊള്ളട്ടെ, ഇപ്പം ഏകദേശം 4000 മതങ്ങളുണ്ട്, 4000-ഓളം റിലീജിയൻസ് ഉണ്ട്. അപ്പം അതിൽ നമ്മുടെ മലയാളികൾ കോമൺ ആയിട്ടുള്ളത് ഹിന്ദു, മുസ്ലിം ആൻഡ് ക്രിസ്ത്യാനിറ്റി. അപ്പം നിങ്ങൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, ഏത് ദൈവത്തിലാണോ, ആ ദൈവത്തിനെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ആ ദൈവത്തിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ചിലവരൊക്കെ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മതത്തിനെ പറയാതെ. അങ്ങനെ പറയേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാര്യം നമ്മുടെ ഇസ്ലാമിൽ, ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ മതത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരുടെ മതത്തിനെ മാത്രമല്ല, ഒരു വ്യക്തിയെ തന്നെ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യണമെന്ന് ഇത്രയധികം പറഞ്ഞ വേറൊരു മതം ഞാൻ കണ്ടിട്ടില്ല. ഇസ്ലാം അത് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് ഓരോ സൂറത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇത് സൂറത്തുൽ കാഫിറൂനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഫോർ യു ഈസ് യുവർ റിലീജിയൻ ആൻഡ് ഫോർ മീ ഈസ് മൈൻ. നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം. അങ്ങനെ നമ്മുടെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വളരെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അത് ഇപ്പം ഞാൻ പറയുന്നത് എല്ലാ മുസ്ലിം ജനങ്ങളോടും, കാണുന്ന ഹൈന്ദവരായിട്ടുള്ള സുഹൃത്തുക്കളും ആളുകളും ഉണ്ടല്ലോ, അപ്പോൾ അവരോടും ക്രിസ്ത്യാനിറ്റിയിലുള്ളവരും ഉണ്ട്. അപ്പം എല്ലാവരോടുമായിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചുള്ളട്ടെ, നിങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ കൂടെ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ വെറും ഒരു മനുഷ്യനായിട്ട് മാത്രമേ കാണാവൂ.
അല്ലാതെ നിങ്ങൾ ഇന്ന മതം അന്ന മതം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വർഗീയത കൂട്ടാൻ നിൽക്കരുത്. അതൊക്കെ പണ്ടത്തെ ചിന്താഗതികളാണ്. ഇപ്പോഴും അതൊന്നും പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നിങ്ങൾ കൂടെ നിൽക്കുന്നത് ആരാണോ, അത് മനുഷ്യനായിരുന്നാലും മൃഗമായിരുന്നാലും നിങ്ങളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് വേണ്ടിയ ഒരാളാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ അക്സെപ്റ്റ് ചെയ്യണം, അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് വേറൊരു ടോപ്പിക്കിൽ തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഇത് നീണ്ടു പോകും. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ പറ്റി ഞാൻ കുറച്ച് ഒരു ടോപ്പിക്ക് ചെയ്യും, പേഴ്സണാലിറ്റി കുറിച്ചിട്ട്. അതിൽ ഞാൻ പറയുന്ന കാര്യം കൂടുതലും എന്തായിരിക്കും എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിച്ചാൽ അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്ന് വിചാരിച്ച് നിന്നാൽ അല്ലെങ്കിൽ അങ്ങനെ നിന്നാൽ നിങ്ങൾ അങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അവിടെ നിന്ന് നിങ്ങൾ സമാധിയായി പോകും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ പിന്നെ വേറെ കുറച്ച് ആൾക്കാരെന്ന് പറയുമ്പോൾ അവര് ദൈവം എല്ലാം വിധിച്ച് വെച്ചിരിക്കുന്നതല്ലേ, അപ്പം നമുക്ക് മിണ്ടാതിരുന്നാൽ പോരെ, ഒരു ജോലി നമുക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ദൈവത്തിനെ അങ്ങ് മോശമാക്കി പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മിണ്ടാതിരുന്നാൽ പോരെ, അപ്പം ദൈവം അല്ല ഒന്നും ചെയ്തു തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ, എല്ലാം വിധിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ദൈവം പറയത്തില്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ. പിന്നെ അവിടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ലല്ലോ, എല്ലാം വിധിച്ചാണ് വെച്ചിരിക്കുന്നതെങ്കിൽ. പ്രാർത്ഥനയ്ക്ക് വിധിയെ മാറ്റാനുള്ള ഒരു പവറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പ്രാർത്ഥിക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തുമാത്രം വിശ്വസിക്കുന്നു അത്രമാത്രം നിങ്ങളെ ഉയർത്താൻ കഴിവുള്ള ഒരാളാണ് ദൈവം എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പം നിരീശ്വരവാദികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്, യൂണിവേഴ്സ് എന്തോ കൊണ്ടുതരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ബുക്കിലൊക്കെ എഴുതി വെച്ചാൽ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വളരെ ബുൾഷിറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് കേട്ടോ. ആരും കൊണ്ട് തരത്തില്ല. നിങ്ങൾ തന്നെ വർക്ക് ചെയ്യണം. നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ആ വർക്ക് ചെയ്ത് നിങ്ങൾ ആ വിശ്വാസം, നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്ത് നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ നിങ്ങൾ പ്രാർത്ഥിച്ച ആ സംഭവം കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ നിന്നിട്ട് വിധിച്ച് വെച്ചിരിക്കുന്നതാണ്, ഇതാണ് ചക്കയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ അങ്ങനെ ഇരിക്കരുത്. ഒരിടത്ത് നിങ്ങൾ വെറുതെ ഇങ്ങനെ വിധിച്ചു വെച്ചതാണ് അതുപോലെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ഥലത്തും അങ്ങനെ നിൽക്കില്ല. നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾ വർക്കും ചെയ്ത് നിങ്ങളുടെ വിശ്വാസവും മുൻനിർത്തി കൊണ്ടുപോയാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിത്തന്നിരിക്കും. അത് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അത് നിങ്ങൾ വേറൊരു ടോപ്പിക്കാണ് കേട്ടോ എൻ്റെ. അതുകൊണ്ട് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പം നമുക്ക് അടുത്ത വേറെ എടുക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിനെ പറ്റിയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനെ പറ്റിയും കേരളത്തിനെ പറ്റിയും മലയാളികളെ പറ്റിയും ഒക്കെ ഒരുപാട് പറയാനുണ്ട്. യൂറോപ്യൻ കൺട്രീസിനെയും ഇവിടെ എബ്രോഡ് സ്റ്റഡി എന്തുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇവിടെ വന്ന് പഠിക്കാൻ കാരണം എന്നുള്ളത്, നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും അവിടുത്തെ ടീച്ചിങ് രീതികൾ, അതുമല്ല പാരൻറ്റിങ്. ഇപ്പം സ്റ്റുഡൻസ് ഒരുപാട് ട്രോമറ്റൈസ്ഡ് ആണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ. അപ്പം അതിൻ്റെ ഡ്രോബാക്സും എന്താണ്, അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്താണ് എന്നുള്ളതെല്ലാം ആ ഒരു പ്രത്യേക ടോപ്പിക്ക് ചെയ്താലല്ലേ നമുക്ക് അതിൽ കൂടുതൽ പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, അല്ലാത്ത റെസ്പെക്റ്റ്, അല്ലാത്ത ലവ്, ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ സൊസൈറ്റിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. സൊസൈറ്റിയെക്കുറിച്ച്
ഒരുപാട് പറയാനുണ്ട്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് നിങ്ങളെ മൗൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ വിചാരിച്ചാലേ അത് നടക്കൂ. നിങ്ങൾ വിചാരിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചേ നിൽക്കൂ എന്ന് നിങ്ങളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനെന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് എൻ്റെ ജീവിതാനുഭവം വെച്ചിട്ടാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. ഇതിനും വേണ്ടി ജീവിതാനുഭവം എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചാൽ, ഞാൻ ഈ 27 വർഷം എൻ്റെ ഒരു സ്ട്രഗ്ലിങ് പീരീഡായിരുന്നു. ആ സ്ട്രഗ്ലിങ് പീരീഡിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് വെച്ചാൽ, ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഫീൽഡും ഇല്ല. എല്ലാ ഫീൽഡിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരാളുടെ അനുഭവം, വേറെ ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ നിന്നും ഞാൻ പറയും. അപ്പോൾ വീണ്ടും നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വേറെ സെപ്പറേറ്റ് ഓരോ വീഡിയോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വാപ്പായെക്കുറിച്ചിട്ടും ഉമ്മയെക്കുറിച്ച്, എൻ്റെ ബ്രദറിനെ കുറിച്ച്, ഹസ്ബൻഡിനെ കുറിച്ച്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ കുറിച്ചിട്ട് കുറച്ച് റിലേഷൻഷിപ്സ് ഉണ്ട്, ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരെ കുറിച്ചിട്ട് ഒക്കെ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പറയും. അത് കഴിഞ്ഞ് പിന്നെന്താണ്, പിന്നെ മാരേജിനെ പറ്റിയിട്ട് ഞാൻ പറയും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമൂഹത്തിൽ പറഞ്ഞറിയിക്കാനുണ്ട്. പിന്നെ പണത്തിനെ പറ്റി, മണിയെ പറ്റി ഞാൻ ഒരുപാട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു രീതിക്കാണ്. നിങ്ങൾ വെറും പൈസ എന്ന് പറയുന്നത് ചിലവാക്കാനുള്ള ഒരു സാധനമായിട്ട് മാത്രമേ മിക്ക ആൾക്കാരും കണ്ടിട്ടുള്ളൂ. പക്ഷേ ആ പൈസയ്ക്ക് മറ്റൊരു മുഖം ഉണ്ട്. അത് മനുഷ്യനെ കൊല്ലാനും പറ്റും, ഉയർത്താനും പറ്റും എന്നൊക്കെ പറയില്ലേ, താഴ്ത്താനും പറ്റും, ഉയർത്താനും പറ്റും എന്ന് പറയും പോലെ മണിക്ക് അത്രയ്ക്കും പവറുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ കൊല്ലും. മണിയെ പറ്റി ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഓരോ ജോബ്സ്, പാഷൻ, പിന്നെന്താണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ള പ്രമുഖ വ്യക്തികളെ കുറിച്ചിട്ട്, പിന്നെന്താണ് അങ്ങനെ അവരെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. ഓരോ വ്യക്തിക്കും, ചില വ്യക്തികളെ എനിക്ക് സെപ്പറേറ്റ് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയും. പിന്നെന്താണ്, വിമനെ കുറിച്ചിട്ട്, വിമൻ എന്ന് പറയുമ്പോൾ അത് വിമനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഞാൻ 2 ചാപ്റ്ററെങ്കിലും ചെയ്താലേ തീരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. സ്ത്രീ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ദി സൊസൈറ്റി എന്ന് തന്നെ ഞാൻ പറയും. കാര്യം എന്തെന്ന് വെച്ചാൽ, സ്ത്രീ ഇല്ലെങ്കിൽ ഒരു സമൂഹം തന്നെ ഇല്ല. സ്ത്രീയുടെ ആ ഒരു സപ്പോർട്ടും ഒരു ആണുങ്ങളെക്കാളും കൂടുതൽ നല്ല ബെറ്ററായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാനും അടിപൊളിയായിട്ട് ചിന്തിക്കാനും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും കഴിവുള്ളവരാണ് സ്ത്രീകളെന്ന് പറയുന്നത്. അവരെക്കുറിച്ച് ഞാൻ എന്തായാലും വേറെ ടോപ്പിക്ക് തന്നെ ചെയ്യണം. ഇവിടെ കുറച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മെൻസിനെ കുറിച്ച് പറയും, മെൻസിനെ കുറിച്ചിട്ട് പറയും. മെൻസും മോശക്കാരൊന്നുമല്ല, മെൻസിനെ കുറിച്ചിട്ടും ഞാൻ പറയും. മെൻസിനെ കുറിച്ച് പറയുന്ന, മെന്നിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇപ്പോൾ അധികം ആരും ഇല്ല. സത്യത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട്, പണ്ടത്തെ കാലത്താണ് ആരും ഇല്ലാതിരുന്നത്. അവർ ഒരുപാട് ട്രോമറ്റൈസ്ഡ് ആയിട്ട് ആണുങ്ങളായിരുന്നു കാണും. എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നതിൽ കൂടുതൽ പേരും ആണുങ്ങളായിരുന്നിരിക്കാം. കാര്യം അവർക്ക് സ്ത്രീകൾ അത്രയ്ക്കും ക്ഷമിക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒക്കെ ഞാൻ ഒരു ടോപ്പിക്ക് ചെയ്യണുണ്ട്. പിന്നെ ഹ്യൂമൻ ബോഡി, നമ്മുടെ ശരീരത്തിനെ പറ്റിയിട്ട് നമുക്കറിയാത്ത പല പല കാര്യങ്ങളുണ്ട്. ഇപ്പം ചിലപ്പോൾ എനിക്ക് ഓരോ ഓർഗനെ പറ്റിയിട്ടും ചിലപ്പോൾ ഓരോ ടോപ്പിക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്.
അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇത്രയൊക്കെ അല്ല, ഇനിയും ഉണ്ട് കേട്ടോ. കുറേ സംഭവങ്ങൾ ഞാൻ വേറെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് മുൻപോട്ടുള്ള വീഡിയോസിൽ ഞാൻ ഓരോ ഇതായിട്ട് ചെയ്യാം. എനിക്ക് പൂച്ചകളെ പറ്റി ഞാൻ പറയും കേട്ടോ. പൂച്ചകളെ പറ്റി, ഈഗിളിനെ പറ്റി പറയും. ഈഗിളെന്ന് പറയുന്ന സംഭവം ഒരു വലിയ സംഭവമാണ്. അതിന് ഈഗിളിനെ പറ്റിയിട്ട് കുറേ സംസാരിക്കാനുണ്ട്. ക്യാമലിനെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ട്. പിന്നെന്താണ്, സമൂഹത്തിലുള്ള കുറേ പ്രമുഖ വ്യക്തികളെ കുറിച്ചൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആരെന്ന് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് പേരുണ്ട്, അവരെ കുറിച്ചൊക്കെ ഞാൻ എന്തായാലും സംസാരിക്കുന്നതായിരിക്കും. പിന്നെ ഒരുപാട് ജോബ്സിനെ പറ്റിയിട്ട് സംസാരിക്കും. ഇപ്പോഴത്തെ ഈ റീസെൻ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനത്തെ അതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാന്നറിയത്തില്ല, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്, അല്ലാത്ത റെസ്പെക്റ്റ്, അല്ലാത്ത ലവ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചെല്ലാം ഞാൻ സംസാരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ യൂണിവേഴ്സിനെ പറ്റി, എർത്തിനെ പറ്റി, അങ്ങനെ നമ്മുടെ പെൻഗിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട്, അത് പറയും. പിന്നെ ട്രാവലിനെ പറ്റിയിട്ട് പറയും. പിന്നെ എന്താണ്, അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത തന്നെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ മാക്സിമം അത് ചെയ്യാൻ നോക്കും. എൻ്റെ സമയവും സാഹചര്യവും എല്ലാം നോക്കിയിട്ട് ഞാൻ മാക്സിമം അത് ചെയ്യാൻ നോക്കും. അപ്പം നിങ്ങൾക്കും കമൻ്റ് ഇടാം. ഓരോ ടോപ്പിക്ക്, ഇന്ന ടോപ്പിക്ക് ചെയ്താൽ കൊള്ളായിരിക്കും എന്നൊക്കെ ചിലർക്ക് തോന്നുമല്ലോ. അപ്പം അങ്ങനെ തോന്നുന്നവർ ഇടുക, കമൻ്റ് ഇടുക കേട്ടോ. എല്ലാവരും മാക്സിമം കമൻ്റ് ചെയ്യാൻ നോക്കുക. കമൻ്റ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സൊസൈറ്റിയെ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ വേണമെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ തന്നെ സൊസൈറ്റിയിലുള്ള പല പല ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പം പിന്നെ ചില സ്ഥലത്തെന്ന് വെച്ചാൽ ഇപ്പം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നെഗറ്റീവായിട്ട് തോന്നും. പക്ഷെ അതിലൊരു പോസിറ്റീവ് ഉണ്ട് എങ്കിലും അതിലൊരു കമൻറ്റ് നെഗറ്റീവായിട്ട് ഇട്ട് തുടങ്ങിയാൽ അടുത്ത വരുന്നവനും എന്തായാലും നെഗറ്റീവായിട്ടേ ഇടൂ. അങ്ങനെ ഒരു പ്രവണത മാക്സിമം കൊണ്ടുവരാതിരിക്കാൻ നോക്കുക. കാരണം അവിടെ എന്താണ്, അവ അങ്ങനെ പറഞ്ഞു, അപ്പം ഞാനും അവനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ച് അങ്ങനെ ഇടരുത്. നിന്റെ തീരുമാനം, നിന്റെ അഭിപ്രായം അത് യുണീക്കായിരിക്കണം. നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുക. എപ്പോഴും യുണീക്കായിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഒരു കറക്റ്റ് അഭിപ്രായങ്ങളും എന്താണ് നിങ്ങളുടേതായിട്ടുള്ള ഒരു ചിന്താഗതിയും അഭിപ്രായങ്ങളും എപ്പോഴും നിങ്ങൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. ഇപ്പം ഏതൊരു കാര്യം ആയിരുന്നാലും നിങ്ങൾ വ്യക്തികളെ നോക്കി നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക. വ്യക്തികൾ APJ അബ്ദുൽ കലാം പറഞ്ഞ കണക്ക് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് വ്യക്തികൾ മാറും. അത് അവരുടെ കുറ്റമല്ല, അങ്ങനെ മാറണം. മാറിയില്ലെങ്കിലാണ് അത് പ്രശ്നം. അപ്പോൾ എന്താണ്, നിങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയെ കണ്ട് അതുപോലെ ചെയ്യാൻ നിൽക്കരുത്. വ്യക്തിയെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇതിപ്പം ഞാൻ മതത്തിലുള്ള ആൾക്കാരായിരുന്നാൽ പോലും, ഇപ്പം പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ മതത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലായിരുന്നാലും എല്ലാത്തിലും അവർ പറയുന്ന ഒരു കാര്യം, അവരെ നോക്കിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങ് വിഴുങ്ങരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവരും മനുഷ്യരാണ്, അവർക്കും തെറ്റ് പറ്റാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ, ബുക്സ് ഉണ്ടല്ലോ, ബുക്സ് അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾ ഇപ്പം ഫോണിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. പക്ഷെ അതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും. എന്നാലും നിങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക, അത് ശരിയാണോ തെറ്റാണോ, അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നെല്ലാം നിങ്ങൾക്കൊരു വ്യക്തത വരുന്നത് വരെ നിങ്ങൾ ഒരു വ്യക്തി പറയുന്നത് കേട്ടിട്ട് നിങ്ങളത് ശരിയാണ്, അവരാണ് ശരി എന്ന് പറഞ്ഞിട്ട് അവരെ ചേർന്ന് നിൽക്കരുത്. കാര്യം അവർ ഓരോ കാര്യങ്ങൾ പഠിച്ച് വന്നിട്ട് അവർ ചേഞ്ച് ആവും. ചേഞ്ചായിട്ട്
അവർ ചേഞ്ച് ആയത് കാണുമ്പോൾ നിങ്ങൾ അവരെ അന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ ഞാൻ ഇങ്ങനെ ആയത്, ഇപ്പോൾ അവർ മാറിയ എന്ന് ചോദിച്ചിട്ട് അത് നിന്റെ കുറ്റമാണ്. നീ അവർ പറഞ്ഞത് കേട്ട് അതുപോലെ വിഴുങ്ങിയെടുത്ത് അതുപോലെ ചെയ്യാൻ നിന്നത് നിന്റെ കുറ്റമാണ്, അല്ലാതെ വേറെ ആരുടെയും പ്രശ്നമല്ല. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അതൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കി നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. ആര് കൂടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മാക്സിമം അങ്ങനെ ആക്കിയെടുക്കുക നിങ്ങൾ. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ജോബ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറയും കേട്ടോ. ജോബ്സിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. സംഭവം ഞാൻ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം ഒരുപാട് പേര് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പം നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അവരുടെ പേരൻസൊക്കെ അവർ മറ്റുള്ള കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് നിനക്ക് അവനെ പോലെ പഠിച്ചൂടെ, നിനക്ക് അവനെ പോലെ അത് ചെയ്തൂടെ ഇത് ചെയ്തൂടെ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യാതെ നിങ്ങളുടെ കുട്ടിയിൽ ഒരു കഴിവുണ്ട്, ആ കഴിവിനെ വളർത്തിയെടുക്കാൻ നോക്കുക മാക്സിമം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു ടോപ്പിക്ക് ചെയ്യാം കേട്ടോ, അല്ലാതെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം കമൻ്റ് ഇടാൻ നോക്കുക. അപ്പം സൊസൈറ്റിയുടെ ഇതും കാര്യങ്ങളും എല്ലാം മനസ്സിലാവും. എനിക്ക് നിങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് എനിക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. അതിനാണ് ഞാൻ പറയുന്നത് കമൻ്റ് ഇടാനായിട്ട്. അപ്പോൾ നിങ്ങളിത് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. മാക്സിമം ഷെയർ ആക്കാൻ നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. പിന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരിൽ ഇത് എത്തും. അങ്ങനെ കൂടുതൽ ആൾക്കാരിൽ എത്തുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാര്യം ചിലപ്പം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരിക്കും ഞാൻ പറയുന്നത്. അപ്പം അവരിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ വേറെ ആരും വിചാരിക്കരുത് ഈ യൂട്യൂബ് തുടങ്ങിയ ഉടനെ നമുക്ക് ഒരുപാട് പൈസ കിട്ടും എന്നൊന്നും വിചാരിക്കരുത്. ഇതിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഒരുപാട് നാളത്തെ പരിശ്രമത്തിന് ശേഷമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. അല്ലാതെ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് ഇത് പൈസ കിട്ടാൻ പോണില്ല. അങ്ങനെയൊക്കെ തെറ്റായ ധാരണകളുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിനൊക്കെ. അപ്പം ഞാനിപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിലും ഞാൻ ഈ സംഭവം ചെയ്യും. കാര്യം എന്തെന്ന് വെച്ചാൽ ഇതെൻ്റെ പാഷനാണ്. പാഷൻ ആയതുകൊണ്ട് ഞാനിത് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ഒരു ആനന്ദവും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെയുള്ള ആ സംഭവത്തിനെയാണ് പാഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പാഷൻ കണ്ടുപിടിച്ച് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പം ഞാൻ അടുത്ത ടോപ്പിക്കൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ഓക്കെ, ബൈ ബൈ, ടാറ്റാ.